അറബിക്കടലിൽ കൊച്ചി തീരത്ത് ചരക്കുകപ്പൽ മുങ്ങിയ സംഭവത്തിൽ നിയമോപദേശം തേടി സംസ്ഥാന സർക്കാർ അഡ്വക്കേറ്റ് ജനറലിനോടാണ് നിയമോപദേശം തേടിയത്. കണ്ടെയ്നറുകൾ തീരത്തടിഞ്ഞതിൽ എന്തെല്ലാം നടപടിയെടുക്കാം എന്നതിലാണ് നിയമോപദേശം തേടിയത്. വിഷ്ണു സുരേഷ് വിശദാംശങ്ങളുമായി. വിഷ്ണു, ഇത് നമ്മൾ മുൻപ് അഭിമുഖീകരിച്ചിട്ടില്ലാത്ത തരത്തിലുള്ളൊരു പ്രതിസന്ധിയാണ്. അത് എങ്ങനെയായിരിക്കണം അതിൽ മുന്നോട്ട് പോകേണ്ടത് എന്നുള്ളതും വളരെ പ്രധാനമാണ്. അതിൽ ഉള്ളൊരു പ്രധാനപ്പെട്ട നിയമോപദേശമല്ലേ സർക്കാർ തേടിയിരിക്കുന്നത്? അനുജ, ഷിപ്പ് മറിഞ്ഞതുമായി ബന്ധപ്പെട്ട് സാധാരണഗതിയിൽ നടപടി സ്വീകരിക്കേണ്ടത് അതൊരു കേന്ദ്ര സർക്കാരിന്റെ വിഷയമാണ്. ആ കേന്ദ്ര സർക്കാർ അതുമായി ബന്ധപ്പെട്ടുള്ള നടപടികളൊക്കെ സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിന്റെ ഒരു ദുരിതഫലം അനുഭവിക്കേണ്ടി വരുന്നത് കേരള തീരത്തുള്ള ആളുകളാണ്. പ്രത്യേകിച്ച് ഈ കണ്ടെയ്നർ അടങ്ങിയ വസ്തുക്കളൊക്കെ കേരള തീരത്തേക്കാണ് എത്തുന്നത്. ഇത് മറിഞ്ഞിരിക്കുന്നത് തോട്ടപ്പള്ളിയിൽ നിന്ന് ഏകദേശം 14 നോട്ടിക്കൽ മൈൽ അകത്താണ്, 20 കിലോമീറ്റർ അപ്പുറത്താണ്. അപ്പോൾ ഇതിന്റെ ദുരിതഭാരം പേറേണ്ടി വരുന്നത് കേരളത്തിൽ നിന്നുള്ള മത്സ്യത്തൊഴിലാളികളും അവിടുത്തെ നമ്മളുടെ തീരവുമാണ്. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഇതിൽ ഷിപ്പിംഗ് കമ്പനിക്കെതിരെ എന്ത് നടപടി സ്വീകരിക്കാനാകും എന്ന് ചൂണ്ടിക്കാണിച്ച സർക്കാർ നിയമോപദേശം തേടിയിരിക്കുന്നത്. അതിലൊരു അനുകൂല നിലപാട് അല്ലെങ്കിൽ എന്ത് ചെയ്യണം എന്ന കാര്യത്തിൽ വ്യക്തത ഉണ്ടാകും. അതോടൊപ്പം തന്നെ ഇന്ന് ഇപ്പോൾ കൊച്ചിയിൽ ഒരു യോഗം പുരോഗമിക്കുകയാണ്. ഈ കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയത്തിന്റെയും അതോടൊപ്പം സംസ്ഥാന സർക്കാരിന്റെ പ്രതിനിധികൾ, കസ്റ്റംസിന്റെ പ്രതിനിധികൾ എല്ലാവരും ചേർന്നാണ് ആ യോഗത്തിൽ പങ്കെടുക്കുന്നത്. ഈ ഷിപ്പ് മറിഞ്ഞ സാഹചര്യവും അതോടൊപ്പം തന്നെ അതിനുശേഷം സ്വീകരിക്കേണ്ട തുടർ നടപടികൾ അടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ യോഗം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലായിരിക്കും ഈ എന്ത് തുടർ നടപടി സ്വീകരിക്കും എന്ന കാര്യത്തിലൊരു വ്യക്തത വരിക. പ്രത്യേകിച്ച് ഈ കണ്ടെയ്നറുകളുടെ കാര്യത്തിലൊക്കെ ഇനിയൊരു തീരുമാനം വേണം. ഇതൊരു അന്താരാഷ്ട്ര കപ്പൽച്ചാലാണ്. അതുകൊണ്ട് ഈ കണ്ടെയ്നറിന്റെ അവശിഷ്ടവും ഷിപ്പിന്റെ അവശിഷ്ടവും ഒക്കെ അവിടെ കെട്ടിക്കിടന്നു കഴിഞ്ഞാൽ അത് പിന്നീട് ആ പ്രദേശത്തുകൂടി വരുന്ന ചാനലിലൂടെ വരുന്ന കപ്പലുകൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ ആ ഷിപ്പിൽ നിന്ന് ഷിപ്പിന്റെ അവശിഷ്ടങ്ങളും കണ്ടെയ്നറും ഒക്കെ മാറ്റാൻ വേണ്ടിയുള്ള നടപടികൾ ഈ ഷിപ്പിംഗ് കമ്പനിക്കെതിരെ എന്ത് നടപടി സ്വീകരിക്കണം, അക്കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ ഷിപ്പിംഗ് മന്ത്രാലയം തന്നെ നേരിട്ട് സംസ്ഥാന സർക്കാരുമായി യോഗം വിളിച്ച് ചേർത്തിരിക്കുന്നത്. ഇതിനിടയിലാണ് സംസ്ഥാന സർക്കാർ DGPയോട് നിയമോപദേശം തേടിയിട്ടുള്ളത്. ഇത് ഭാവിയിൽ ഒരുപക്ഷെ ഈ രാസവസ്തുക്കൾ അടങ്ങിയ വസ്തുക്കളൊക്കെ നമ്മുടെ കടൽ തീരത്തേക്ക് എത്തുകയും അത് നമുക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്തു. അപ്പോൾ ഷിപ്പിംഗ് കമ്പനിക്കെതിരെ എന്ത് നിയമ നടപടികൾ സ്വീകരിക്കാം എന്നതിന്റെ ഭാഗമായാണ് നിയമോപദേശം തേടിയെന്ന് മനസ്സിലാക്കുന്നു. അനുജ, അറബിക്കടലിൽ കൊച്ചി തീരത്ത് ചരക്കുകപ്പൽ മുങ്ങിയ സംഭവത്തിലാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ നിയമോപദേശം തേടിയത്. അഡ്വക്കേറ്റ് ജനറലിനോട് നിയമോപദേശം തേടിയത് കണ്ടെയ്നറുകൾ തീരത്തറിഞ്ഞതിൽ എന്തെല്ലാം നടപടികൾ എടുക്കാം എന്നതിലാണ്.